നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹതകൾ നീക്കാൻ തിരിച്ചിരിക്കുകയാണ് പോലീസ്. പ്രതി അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ഫോണുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയും പരിശോധിക്കും. ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം സൈബർ പോലീസിന് കത്ത് നൽകിയിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ നിന്ന് തിരഞ്ഞിരുന്നു എന്നാണ് മൊഴിയിലുള്ളത്. അഫാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ കൈമാറിയിട്ടുണ്ട്. കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പ്രതി ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പോലീസിന്റെ അനുമാനം. ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും ജീവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയെന്നും പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിലും അതിലും ആസൂത്രണം ഉണ്ടായിരിക്കാം എന്നാണ് വിലയിരുത്തുന്നത്. കൊലപാതക സമയത്ത് അഫാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ വിശദമായി തന്നെ പരിശോധിക്കും. ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് അഫാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഷെമിയുടെ ഫോണായിരുന്നു. കൊലപാതകത്തിനായി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോണിൽ നിന്ന് ശേഖരിക്കാമെന്ന് പോലീസിന്റെ പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രതിയുടെ വാദത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ. 5 പേരെയും കൊന്നത് ചുറ്റിക കൊണ്ടടിച്ചാണ് എന്നാണ് വിലയിരുത്തൽ. കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷെമിക്കും തലയിൽ അടിയേറ്റ ക്ഷതമുണ്ടെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പിതൃ സഹോദരൻ ലത്തീഫിന് 20ഓളം അടികൊണ്ടതായാണ് റിപ്പോർട്ട്. മാല പണയം വെച്ച് പണം വാങ്ങിയെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലാണ് അഫാൻ ഇത് സംബന്ധിച്ച് ഇടപാട് നടത്തിയത്. അനുജൻ അസ്ഫാന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് 500 രൂപയുടെ നോട്ടുകളും കണ്ടെത്തിയിരുന്നു. അതേസമയം അന്വേഷണ ചുമതലയുള്ള പ്രത്യേക സംഘത്തെ വിപുലീകരിക്കാനും നീക്കം നടക്കുന്നുണ്ട്. സംഘത്തിൽ കൂടുതൽ CIമാരെ ഉൾപ്പെടുത്തിയേക്കും. ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം കൊല്ലപ്പെട്ട 5 പേരുടെയും മൃതദേഹം ഇന്നലെ തന്നെ സംസ്കരിച്ചു. കൊലപ്പെടുത്തിയ ശേഷം അഫാൻ കൈക്കലാക്കിയ സൽമ ബീവിയുടെ മാല സ്വകാര്യ ബാങ്കിൽ 74,000 രൂപയ്ക്ക് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം ഉപയോഗിച്ചാണ് മദ്യപിച്ചതും ചുറ്റിക വാങ്ങിയതും. ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയും കണ്ടെത്തിയിട്ടുണ്ട്. അഫാന്റെ പിതാവ് റഹീമിന്റെ സൗദിയിലെ ബിസിനസ് തകർന്നതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പലയിടത്തു നിന്നും അഫാൻ പണം കടം വാങ്ങിയിരുന്നു. ചോദ്യം ചെയ്യലിൽ അഫാൻ ഇക്കാര്യമാണ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അഫാന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത്. സഹോദരനടക്കം 5 പേരെ യുവാവ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയതിനു പിന്നിൽ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളും തുടർന്നുണ്ടായ കുടുംബ പ്രശ്നങ്ങളുമാണെന്നാണ് സൂചന. പ്രതി അഫാന്റെ മാനസിക നില പരിശോധിക്കാൻ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ ബോർഡും രൂപീകരിക്കും.